നമ്മളിപ്പോൾ ഒരു ഹൈവേയിൽ വണ്ടി പിടിച്ച് പോകാമെന്ന് വിചാരിച്ചോ. നമ്മൾ നല്ല സ്പീഡിൽ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകാം. പെട്ടെന്ന് ഒരാൾ ക്രോസ് ചെയ്ത് ചാടിയെന്ന് വിചാരിക്കാം. നമ്മൾ അയാൾ ഇടിക്കാതിരിക്കാൻ വേണ്ടി ഫോക്കസ് ചെയ്യാമെന്ന് വിചാരിച്ചോ. നമ്മുടെ മനസ്സിൽ അയാൾ ഇടിക്കാതിരിക്കാനാണ് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ അയാൾ പോയി ഇടിക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയാം. അതായത് ഈ സൈക്കിൾ ചവിട്ടുന്ന സമയത്തായ നമ്മൾ ആദ്യം സൈക്കിൾ പഠിക്കുമ്പോഴേ സ്വാഭാവികമായിട്ട് ഇത് സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. നമ്മൾ സൈക്കിൾ പഠിക്കുമ്പോൾ നമ്മൾ ദൂരെ കൂടെ പോകുന്ന ഒരാളെ അയാൾ ഇടിക്കില്ലേ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അയാളെ തന്നെ കൊണ്ടിടിക്കും. അതെ, കാരണം നമ്മുടെ മനസ്സിൽ ചിന്ത എന്താ, അയാളാണ്, അയാളിലേക്കാണ് ഫോക്കസ്ഡ്. അപ്പോൾ അയാളിലേക്ക് ഫോക്കസ്ഡ് ആകുമ്പോൾ നമ്മുടെ ബോഡി ഓട്ടോമാറ്റിക്കായിട്ട് അതിലേക്ക് ഡ്രൈവ് ചെയ്യും നമ്മളെ. അപ്പോൾ നമ്മളിപ്പം ഒരാൾ ഇടിക്കണ്ടെന്ന് ചിന്തിക്കുന്നതിന് നമ്മളൊരു എം ടി സ്പേസിലേക്ക് ഇടിക്കാനാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ എം ടി സ്പേസിൽ കൊണ്ട് നമുക്ക് ചിലപ്പോൾ ഇടിക്കാൻ പറ്റും. ഞാനൊരു ഉദാഹരണം പറഞ്ഞാണ്, നമ്മൾ ഡ്രൈവ് ചെയ്ത് പോകുമ്പോൾ നമ്മൾ ഒരാൾ ഇടിക്കണ്ട എന്ന് വിചാരിച്ച് നമ്മൾ അയാൾ പോയി ഇടിക്കും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്, ഇപ്പം മൈൻഡിൽ അങ്ങനെയാണ്. ഇപ്പം ഞാൻ പറയുകയാണ്, ഒരു പച്ച ആനയെ കുറിച്ച് ചിന്തിക്കരുതെന്ന് പറയാമെന്ന് വിചാരിച്ചോ, പച്ച ആന നമ്മൾ മൈൻഡിലേക്ക് വരും. അതെ, പച്ച കളറുള്ള ആന തന്നെ വരുള്ളൂ. അപ്പോൾ നമ്മൾ മൈൻഡിൽ എന്ത് പറയുന്നു, നമ്മൾ എന്ത് ചിന്തിക്കരുതെന്ന് ചെയ്യരുതെന്ന് പറയുന്നതിൽ കാര്യമില്ല. എന്തിനെ കുറിച്ചാണോ നമ്മൾ ചിന്തിക്കുന്നത് അതിലേക്ക് നമ്മൾ പോവുള്ളൂ. നമ്മളത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കുന്നത് എന്താ, അതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചിന്തിക്കുന്ന, അതായത് എനിക്ക് കഷ്ടപ്പാടൊന്നും വരുത്തരുതേ എന്ന് പറയാമെന്ന് വിചാരിച്ചോ, നമ്മൾ ചിന്തിക്കുന്നത് എന്താ, ശരിക്ക് കഷ്ടപ്പാടാണ്. അപ്പോൾ കഷ്ടപ്പാട് വന്നുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഈശ്വരനെ വിളിച്ച് നമ്മളിത് പ്രാർത്ഥിക്കുകയെന്ന് വിചാരിച്ചോ, കഷ്ടപ്പാട് വരുത്തരുതെന്ന് കണ്ണടച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നമുക്ക് കണ്ടമാനം കഷ്ടപ്പാട് വന്നുകൊണ്ടേയിരിക്കും. കാരണം അത്ര ഡീപ്പ് ഇമോഷനിലാണ് നമ്മൾ കഷ്ടപ്പാടിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അങ്ങനെ പ്രശ്നമുണ്ട്. കാരണം ഇത് എല്ലാവരും ചെയ്യാവുന്ന കാരണം എനിക്ക് അസുഖങ്ങളൊന്നും വരുത്തരുതേ എന്ന് പറയില്ലേ, ആ മൊമെന്റിൽ നമ്മൾ അസുഖങ്ങളെ ഇൻവൈറ്റ് ചെയ്യുക ചെയ്യുന്നത്. ശരിക്കും നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുക ചെയ്യുന്നത്.